ഹായ്, ദിസ് ഇസ് മരിയ ഫ്രം അഡ്മിയ ഇന്റർനാഷണൽ അക്കാഡമി. ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിസണിംഗ് എന്ന മൊഡ്യൂളിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ OET-യിൽ 4 മൊഡ്യൂളാണ് ഉള്ളത്. ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. സോ ഒരു മജോറിറ്റി ഓഫ് ആൾക്കാരും എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് റീഡിംഗ് ലിസണിങ് ഭയങ്കര ടഫാണ്, അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അറ്റൻഷൻ റീഡിങ്ങിനും ലിസണിങ്ങിനും കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ നമുക്കുള്ള എല്ലാ എക്സ്ട്രാക്റ്റീവ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിച്ച് എഴുതുകയാണ്. ലിസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആൻസർ നമ്മൾ കേട്ടെഴുതുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ലിസണിങ്ങിൻ്റെ ഒരു തട്ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഹോമോഫോൺസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഹോമോഫോൺസ്? ഹോമോഫോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാക്ക് കേൾക്കുകയാണ്, അതിൻ്റെ അർത്ഥവും അതിൻ്റെ സ്പെല്ലിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ അത് നമ്മൾ കേൾക്കുന്നത് ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വന്നിട്ട് സെയിം ആയിരിക്കും. സോ അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഈ ലിസണിങ്ങിലൊക്കെ കൂടുതലായി വരുന്ന ഒരു വേർഡാണ് ഡയറി. സോ ആദ്യം തന്നെ ഡയറി വയ്ക്കുമ്പോൾ നമ്മൾ എന്താ പെട്ടെന്ന് ഓർക്കുക? നമ്മൾ എഴുതുന്ന ഡയറിയെക്കുറിച്ചായിരിക്കും ഓർക്കുന്നത്, അല്ലേ? പക്ഷേ നമ്മുടെ ലിസണിങ്ങിൽ ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഡയറി പ്രോഡക്ട്സ്. സോ രണ്ടിലും ഡയറി ഉണ്ട്, കേൾക്കുന്നത് ഒരുപോലെയാണ്, പക്ഷേ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ മീനിങ് വ്യത്യാസമുണ്ട്. എന്താണ് ഡയറി പ്രോഡക്ട്സ്? ഡയറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ ഉൽപ്പന്നങ്ങളാണല്ലോ. അതിൻ്റെ സ്പെല്ലിംഗ് വന്നിട്ട് DAIRY ആണ്. പക്ഷെ നമ്മൾ എഴുതുന്ന ഡയറി ആകുമ്പോൾ എന്താവും? DIARY ആകും. സോ നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. നെക്സ്റ്റ് വേർഡ് വന്നിട്ട് ബ്ലൂ ആണ്. സോ ബ്ലൂ എന്ന് കേൾക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്? ബ്ലൂ കളറാണല്ലേ? പക്ഷെ വേറൊരു ബ്ലൂ കൂടിയുണ്ട്. കളർ ബ്ലൂ ആകുമ്പോഴത്തേക്കും സ്പെല്ലിംഗ് വന്നിട്ട് BLUE ആണ്. അതോടൊപ്പം വേറൊരു ബ്ലൂ ഉള്ളത് BLEW ആണ്. എന്താണ് ആ വേർഡിന്റെ മീനിങ്? ഊതുക എന്നാണ് മീനിങ്, അല്ലേ? സോ നമ്മൾ കേൾക്കുന്നത് ഒരുപോലെയാണ്, പക്ഷെ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സോ നെക്സ്റ്റ് വേർഡ് ഈസ് ഹോഴ്സ്. സോ ഹോഴ്സ് എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരിക? ആനിമൽ, അല്ലേ? HORSE, ഹോഴ്സ്. അതുപോലെ വേറെ ഹോഴ്സ് ഉണ്ട്, അത് HOARSE ആണ്. അതിന്റെ മീനിങ് റഫ് എന്നാണ് ഒരു മീനിങ് വരുന്നത്. സോ നമ്മൾ അതായത് മെഡിക്കൽ ടൈമായിട്ട് ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹോഴ്സ്നെസ് ഓഫ് വോയിസ്. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ഡിഫറൻസ്? നമ്മൾ കേൾക്കുന്നത് ഒരുപോലെ, പക്ഷെ സ്പെല്ലിംഗ് ഡിഫറൻസ്, അതുപോലെ തന്നെ മീനിങ് ഡിഫറൻസ്. അതുപോലെ അടുത്ത കുറച്ച് വേർഡുകൾ കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. അനദർ വൺ ഈസ് സോൾ. സോൾ എന്ന് പറയുമ്പോൾ SOUL സോൾ ഉണ്ട്, സ്പിരിറ്റ് എന്നാണ് അതിന്റെ മീനിങ്. അതുപോലെ തന്നെ SOLE നമ്മുടെ ഒരു ബോഡി പാർട്ടാണ്. അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് ഹീൽ. ഹീൽ എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് ഓർമ്മ വരിക? HEAL. ഹീൽ എന്ന് വെച്ചാൽ സുഖപ്പെടുത്തുക. ഒരു വൂണ്ടൊക്കെ ഹീലായി നമ്മൾ പറയാറില്ലേ? പക്ഷെ അതുപോലെ തന്നെ വേറൊരു ഹീലുണ്ട്, നമ്മുടെ ബോഡി പാർട്ടായിട്ട് വരുന്ന ഹീൽ. സോ ദ നെക്സ്റ്റ് വേർഡ് ഈസ് ബ്രീച്ച്. ബ്രീച്ച് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീച്ച് പ്രസന്റേഷൻ നമ്മൾ പറയാറുള്ളേ. അതുപോലെ തന്നെ അതിന്റെ സ്പെല്ലിംഗ് വന്നിട്ട് BREECH എന്നാണ്. വേറൊരു ബ്രീച്ച് ഉണ്ട് BREACH, വിച്ച് മീൻസ് വയലേഷൻ. സോ അതുപോലെ തന്നെ വേറൊരു വേർഡാണ് നോട്ട്. നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നോ എന്നുള്ള മീനിങ് ആണോ? NOT, നോട്ട്. അതുപോലെ തന്നെ വേറെ നോട്ടുണ്ട് KNOT, വിച്ച് മീൻസ് ടൈ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ ദ ലാസ്റ്റ് വേർഡ് ഈസ് ഫ്ലോ. ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരിക? FLOW, ഫ്ലോ, അല്ലേ? ഒഴുക്ക്. അതോടൊപ്പം മറ്റൊരു ഫ്ലോയുണ്ട്, അത് FLAW, വിച്ച് മീൻസ് ഡിഫക്റ്റ്. സോ ഇതെല്ലാം ഹോമോഫോൺസിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ്. വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, ഹോമോഫോൺസ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് സെയിം ആണെങ്കിലും നമ്മളുടെ സ്പെല്ലിങ്ങിലും മീനിങ്ങിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിസണിങ് വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയായിരിക്കും. സോ ലിസണിങ്ങിന് വേണ്ടിയുള്ള കൂടുതൽ ടിപ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.